SFIയുടെ കളക്ടറേറ്റ് മാർച്ചിന് ആളെ കൂട്ടാൻ കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ അടക്കമുള്ള ചില അധ്യാപകർ നിർബന്ധിച്ച് ക്ലാസ് നിർത്തിവെച്ച് സമരത്തിനയച്ചുവെന്നും ഇത് ഗുരുതരമായ കൃത്യവിലോപവും സർവീസ് ചട്ടലംഘനവുമാണെന്നും കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സൈനുലാബ്ദീൻ, ചിറപ്പുറത്ത് മുരളി എന്നിവർ ആരോപിച്ചു. ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. SFIയുടെ കളക്ടറേറ്റ് മാർച്ചിന് ആളെ കൂട്ടാൻ കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ അടക്കമുള്ള ചില അധ്യാപകർ നിർബന്ധിച്ച് ക്ലാസ് നിർത്തിവെച്ച് അയച്ചുവെന്ന് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സൈനുലാബ്ദീൻ, ചിറപ്പുറത്ത് മുരളി എന്നിവർ ആരോപിച്ചു. ഈ നടപടി ഗുരുതരമായ കൃത്യവിലോപവും സർവീസ് ചട്ട ലംഘനവുമാണെന്നും അധ്യാപകരുടെ കടമ മറന്നുള്ള പ്രവർത്തനമാണെന്നും നേതാക്കൾ പറഞ്ഞു. പഠിപ്പ് മുടക്കോ മറ്റ് സമരങ്ങളോ നടക്കുന്നു എന്നതിനെക്കുറിച്ച് യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതിരുന്നിട്ടും പ്രിൻസിപ്പാളും അധ്യാപകരും ചേർന്ന് വിദ്യാർത്ഥികളെ നിർബന്ധപൂർവ്വം SFIയുടെ സമരത്തിന് അയച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് വ്യക്തമാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. സ്കൂൾ അധ്യയനം സുഗമമായി നടത്താൻ ജാഗ്രത പുലർത്തേണ്ട പ്രിൻസിപ്പളും അധ്യാപകരും തന്നെ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്നത് വേലി തന്നെ വിളവ് തിന്നുന്നതിന് സമാനമാണെന്നും നേതാക്കൾ പറഞ്ഞു. അധ്യാപകർ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ പോലെയുള്ള മനോഭാവം പുലർത്തുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ അപമാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.